അയാളുടെ മൗസ് കഴ്സർ എങ്ങനെയോ കമ്പ്യൂട്ടറിൽ നിന്ന് യഥാർത്ഥ ലോകത്തിന്റെ ചുവരിലേക്ക് നീങ്ങി. അയാൾ ഒരു കപ്പിന് മുകളിൽ കഴ്സർ ഉയർത്തി ക്ലിക്ക് ചെയ്തു. കപ്പ് മറിഞ്ഞു വീണു. കൊള്ളലോ കളി. പിന്നെ അയാളുടെ കണ്ണുകൾ മേശപ്പുറത്തുള്ള തന്റെ അവധിക്കുറിപ്പിൽ പതിഞ്ഞു. അവധിയെടുക്കുന്നതിന് തന്റെ ശമ്പളം ഡോക്ക് ചെയ്യപ്പെടുമെന്ന് അതിൽ പറഞ്ഞിരുന്നു. അയാൾ കഴ്സർ നോട്ടിന് മുകളിൽ നീക്കി കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. തൽക്ഷണം പേപ്പറിലെ അച്ചടിച്ച വാചകം മാറി. അവൻ ആവേശഭരിതനായി. ഈ കാര്യം തന്റെ സുഹൃത്തിനോട് പറയാൻ അയാൾ പുറത്തേക്കോടി. തെരുവിന് എതിർവശത്തുള്ള ഒരു ബാങ്കിന്റെ ബോർഡിലേക്ക് കഴ്സർ ചൂണ്ടി. നിലവിലുള്ള പേര് മാറ്റി പകരം അവരുടെ പേര് ടൈപ്പ് ചെയ്തു. പിന്നെ അവർ ഫോട്ടോഷോപ്പ് തുറന്ന് തെരുവിലെ ഒരു കാർ തെരഞ്ഞെടുത്തു. അവർ സെലക്ഷൻ വലിപ്പം മാറ്റിയപ്പോൾ യഥാർത്ഥ കാർ ചുരുങ്ങി. കാർ കളിപ്പാട്ട വലിപ്പത്തിലേക്ക് ചുരുക്കി. ഉടമ തിരിച്ചെത്തിയപ്പോൾ അവരുടെ കാർ ഒരു മിനിയേച്ചർ മോഡലായി മാറിയത് കണ്ട് പൂർണ്ണമായും സ്തബ്ധനായി. അവനും സുഹൃത്തും അതുകൊണ്ട് വളരെയധികം ആസ്വദിച്ചു. അടുത്തതായി അയാൾ ഒരു ചുമരിന്റെ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ജനാല കവർ ചെയ്തു. അവന്റെ സുഹൃത്ത് അത്ഭുതപ്പെട്ടു. ഇതിനകം തന്നെ എല്ലാത്തരം നിയമവിരുദ്ധ ഉപയോഗങ്ങളും പണം തനിപ്പകർപ്പാക്കലും ബാങ്കുകൾ കൊള്ളയടിക്കലും അവൻ മനസ്സിൽ സങ്കല്പിച്ചു. അവൻ തന്റെ കണ്ടെത്തൽ പങ്കുവച്ചതിൽ ഖേദിക്കാൻ തുടങ്ങി. അവൻ പതുക്കെ കഴ്സർ തന്റെ സുഹൃത്തിന്റെ നേരെ നീക്കി. അവനെ തിരഞ്ഞെടുത്ത് ഡിലീറ്റ് അമർത്തി. തൽക്ഷണം തിരഞ്ഞെടുത്ത സ്ഥലത്തിന് പുറത്തുള്ള സുഹൃത്തിന്റെ കൈ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് വീണു. തെരുവിലുള്ള ആളുകൾ മുറിഞ്ഞ കൈ കണ്ട് ഒരു കൊലപാതകം നടന്നുവെന്ന് കരുതി മുകളിലേക്ക് നോക്കി. അവനെ കണ്ടു. അവർ നിലവിളിക്കുകയും പോലീസിനെ വിളിക്കാൻ ആക്രോശിക്കുകയും ചെയ്തു. അവൻ വേഗം ആ ജനക്കൂട്ടത്തെ തിരഞ്ഞെടുത്ത് ഡിലീറ്റ് അമർത്തി.